السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹമുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ ജമാദുൽ ഊല ജമാദുൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിലേക്ക് രണ്ടാമത്തെ 10 നമ്മളിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിലാണ് മാസങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇത് ജമാദുൽ ഊല, ഇനി ജമാദുൽ ലുഹ്റ, പിന്നെ വരുന്നത് പരിശുദ്ധമായ റജബാൻ, റജബായി, പിന്നെ വേഗത്തിൽ ഷഅബാനായി, പിന്നെ പുണ്യ റമളാനായി. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ പരിപാവനമായ പുണ്യമായ മാസങ്ങളിലേക്ക് എത്തിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവസാനം നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ കെലിമ പറഞ്ഞ് സന്തോഷത്തോടെ റഹ്മത്തോടെ നിന്റെ വലിയ സ്വർഗം കണ്ടു മരിക്കാനുള്ള, സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയ തൗഫീക്ക് നീ തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, നാളെ ഞായറാഴ്ച. ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന തലേ ദിവസമാണ് ഇന്ന്, അല്ലേ? അപ്പോൾ ഇന്ന് ഒരുപാട് കല്യാണം, അൽഹംദുലില്ലാ, ഒരുപാട് പേര് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുപാട് നമ്മുടെ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ കല്യാണ ആലോചന അതൊന്നും ശരിയാവാതെ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹമൊന്നും ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ വേഗത്തിൽ ഖൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു ഖൈറായ മക്കളെ കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോടൊന്ന് ഉണർത്തുകയാണ്. നാളെ ഞായറാഴ്ച കല്യാണ ദിവസമാണ്. കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു പുരുഷൻ്റെ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന വധൂവരൻ അവരുടെ ജീവിതത്തിൽ അവരുടെ ദീനിൻ്റെ 2/3 ഭാഗവും പൂർത്തിയാക്കപ്പെടുന്ന ദിവസമാണ്. അതായത് ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ 2/3 ഭാഗവും പൂർത്തിയാക്കപ്പെടുന്ന ദിവസമാണ്. കല്യാണത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഒരു മനുഷ്യൻ മൻ തസവ്വജ ബി ഇംറഅത്തിൻ ഫഖദ് അഹറസ തുലുസൈ ദീനി എന്നാണ്. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവരുടെ രണ്ടുപേരുടെയും ദീനിൻ്റെ 2/3 ഭാഗം പൂർത്തിയാക്കി. അപ്പോൾ പുണ്യമായ ഒരു വലിയ സൽക്രമമാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് പലപ്പോഴും ആ പുണ്യമായ കർമ്മമാവേണ്ട നിക്കാഹ് ഏറ്റവും മോശപ്പെട്ട ഒരു കർമ്മമായി മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സമുദായങ്ങൾ, ഹൈന്ദവ, ക്രൈസ്തവരുടെയൊക്കെ കല്യാണം എടുത്തു നോക്കിക്കേ, അവരും ആഘോഷിക്കും, വലിയ ഒച്ചപ്പാടും ബഹളവും അവരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ആ മതത്തിൻ്റെ ആചാരം നടക്കുമ്പോൾ ഭയങ്കര ഭവ്യതയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ ഭയങ്കര ഈശ്വര ദൈവത്തിൻ്റെ വലിയ സാമീപ്യമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ളൊരു കർമ്മമായിട്ടാണ് അവരൊക്കെ കരുതുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ്. നിക്കാഹിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ മാത്രം ഭയങ്കര സൂക്ഷ്മതയും തക്കുവയൊക്കെ കാണിച്ച് ബാക്കി മൊത്തം ഭയങ്കര മോശത്തരം, ഇസ്ലാമികമായ ഒരു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ വകവെക്കാതെ ഭയങ്കര മോശപ്പെട്ട തരത്തിൽ കല്യാണങ്ങൾ നടത്താറുണ്ട്. ഞാൻ പറയട്ടെ, പ്രധാനമായും നിസ്കാരം. നാളെ ഞായറാഴ്ചയാണ്. നിക്കാഹ് കഴിക്കുന്നവരെ, ഇനി നിക്കാഹ് കഴിക്കുന്നവർ ഒരു പക്ഷേ ഇതൊന്നും കാണുന്നുണ്ടാവില്ല. പക്ഷേ ഈ നിക്കാഹ് കഴിക്കുന്ന ചെറുക്കൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാളത്തെ മക്കളുടെ ആ ഒരു കുടുംബജീവിതം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ബറക്കത്തുണ്ടാവാൻ നാളത്തെ സുബഹി നിസ്കാരം ഒരിക്കലും ഖളാ ആക്കാൻ പാടില്ല. അതുകൊണ്ട് അവരോട് സുബഹി മുതൽ അവരുടെ ളുഹർ, അസർ, മഗ്‌രിബ്, ഇശ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണേ. കാരണം ആ ദീനിൻ്റെ 2/3 ഭാഗം പൂർത്തിയാക്കപ്പെടുന്ന ദിവസം തന്നെ നിസ്കാരമൊക്കെ ഖളാ ആക്കിയിട്ട് നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെ ബറക്കത്തുണ്ടാകും? വെറുതെയല്ല, ഈ നിക്കാഹിന്റെ കർമ്മങ്ങളിലുള്ള അനാചാരങ്ങൾ കൊണ്ടാണ് ഇന്ന് പലരുടെയും കുടുംബജീവിതം തകർന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും തകരാൻ പാടില്ല. ദീനിയായ ചുറ്റുപാട് വേണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം, മറ്റ് ദീനിയായ മതബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാവണം. അല്ലാഹു തആല ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട്, മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഖൈറും സമാധാനവും നൽകുമാറാവട്ടെ, സ്വസ്ഥത നൽകുമാറാവട്ടെ, പിണക്കങ്ങളെ തൊട്ട് കാത്ത് ഇണക്കം അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ മേഖലയിലും സമാധാനവും വിജയവും ഉണ്ടാവാനുള്ള ചില ദിക്റുകളും തസ്ബീഹുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. അവസാനം നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ദിക്ർ പറഞ്ഞിട്ട് നമ്മുടെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ദിക്റിന്റെ മജ്‌ലിസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഓടി വരുന്ന
പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ആ ദിക്ർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണോ നമ്മൾ പറയുന്നത്, അതുപോലെ മരിക്കുന്ന സമയത്തും നമുക്ക് ഈ ദിക്റൊക്കെ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ജീവിതം എപ്പോഴും വിജയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ അല്ലെ, അവർ പരീക്ഷയിൽ വിജയിക്കണം, അവരുടെ ഭാവി ജീവിതത്തിൽ അവർ വിജയിക്കണം, കുടുംബജീവിതത്തിൽ വിജയിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്, നമ്മുടെ മറ്റിടപാട് എല്ലാം വിജയിക്കണം. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ഈ ദുന്യാവും ആഖിറവും ഒക്കെ വിജയിക്കണം, തോൽവി ഉണ്ടാവരുത്, വിജയിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിജയമുണ്ടാവാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചെറിയൊരു ദിക്റുണ്ട്. അതൊരു ദിക്റാണ്. അത് എന്താ പറയുക, വലിയൊരു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഫലം കിട്ടുന്ന ഒരുപാട് നിഅമത്തുകൾ നമുക്ക് അധികരിപ്പിച്ച് കിട്ടുന്നൊരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി
حال الحمد لله على كل 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 حال നമുക്കോ നമ്മുടെ മക്കൾക്കോ കണ്ണേറ്, സിഹർ, കരിനാക്ക്, കൊതി ഇത് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയോ ആളുകൾക്കാണ് ഈ സിഹിർ ബാധിച്ച്, കണ്ണേറ് ബാധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് പോലും അവർക്കറിയാത്ത രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള വന്നിട്ടുള്ള എല്ലാ സിഹിർ, കണ്ണേറ്, പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ പറ്റിയ ബൃഹത്തായ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാവലിൻ്റെ മന്ത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദുആഇന്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ലെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ദുആ രക്കേണ്ടത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവിൻ്റെ റഹ്മത്തുകൾ നമുക്കെല്ലാവർക്കും കിട്ടണം. അതിന് ചോദിച്ചോ, അല്ലാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, 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 അല്ലാഹുമ്മ അഫ്തഹ്ലി أبواب رحمتك اللهم افتح لي 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 أبواب رحمتك. നാല് കാര്യം അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ രണ്ട് കാര്യം അത് അള്ളാഹുവിനെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണ്. പിന്നെയോ രണ്ടാമത്തെ രണ്ട് കാര്യം അത് അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ്. ഏതാണത്? ചൊല്ലിക്കോ.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം. അതിന് പറഞ്ഞു അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ وألحقني بالصالحين اللهم توفني مسلما 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 والحقني 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 بالصالحين اللهم توفني مسلما والحقني
والحقني بالصالحين اللهم توفني مسلما 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 والحقني بالصالحين. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ തറവാടാകുന്ന സ്വർഗമൊന്ന് ചോദിച്ചു വാങ്ങിയാലോ? അല്ലാഹു തആല സ്വർഗത്തിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ഒരു ദിവസം 3 വട്ടം സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം തന്നെ പറയുമെന്നാണ്. പടച്ചോനെ, അവൻ എന്നെ ചോദിച്ചിട്ടുണ്ട്, അവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം തന്നെ പറയുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് സ്വർഗത്തെ ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന اللهم إني أسألك الجنة 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 اللهم إني أسألك الجنة. സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഏതായാലും നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കാതെ പോവാൻ പറ്റൂലല്ലോ. ചോദിച്ചോ നരകമോചനം. അതിങ്ങനെയാ അള്ളാഹിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ 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 اللهم أجرني من النار 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 اللهم أجرني من النار
اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار. ഒരുപാട് വട്ടം ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു സ്വലാത്ത്. ഇത് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഗുണമാണ്. അതുകൊണ്ട് ചൊല്ലിക്കോ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് 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 സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിനൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഒരുപാട് ദിക്റും തസ്ബീഹും അദ്കാറും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അതൊക്കെ പടച്ചോനല്ലേ അറിയുള്ളൂ. ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതെല്ലാം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഒട്ടും കുറയാതെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് ദുആ വസിയത്ത് നിരവധി പേരാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ. അത്രമാത്രം ദുആ വസിയത്താണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ എഴുതുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. നമുക്കൊരു ഫാത്തിഹായും ഇഖ്ലാസ് സൂറത്ത് മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്, നമ്മൾ പരിശുദ്ധമായ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അർഹമുർ റഹീമീനായ രാജാതിരാജ നായ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ. അല്ലാഹ്
ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തെറ്റുകൾ ചെയ്തു പോയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗം നൽകണേ അള്ളാഹു. ഞങ്ങളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മുസ്ലിമായി മുഅ്മിനായി ഞങ്ങളെ നീ മരിപ്പിക്കണേ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനാത്തുകൾ, സയ്യിദന്മാർ, സയ്യിദാത്തുകൾ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ ഒരുപാട് തഹജ്ജുദ് നിസ്കാരം മുടക്കാത്ത, വിത്ർ നിസ്കാരം മുടക്കാത്ത ഒരുപാട് ഉപ്പമാരുള്ള സദസ്സാണ്, നീ ഖബൂൽ ചെയ്യണേ അള്ളാഹുവെ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, നീ സഫലീകരിച്ച് തരണേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ രോഗങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ച റബ്ബേ, നിനക്കറിയാവുന്നതുപോലെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ദുആ വസിയ്യത്ത് മുഅ്മിനീങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ ദുആ വസിയ്യത്തുകൾ എഴുതാൻ അറിയില്ല ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടിയും ദുആ രക്കണേ എന്ന് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാം മാനസികമായ, ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ നീ ഖൈർ നൽകണേ ബറക്കത്ത് നൽകണേ മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, സ്ട്രോക്ക് പോലെ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, പ്രതിസന്ധികൾ എല്ലാം നീ മാറ്റിത്തരണേ അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖം വന്ന് ആരെങ്കിലും എവിടെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, അവരുടെ വിവാഹം നീ അടുപ്പിച്ചു കൊടുക്കണേ അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, അള്ളാഹുവേ അവരുടെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ ഞങ്ങളുടെ മക്കളുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ച ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അള്ളാഹുവേ പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ വീട് പണി നടക്കുന്നവരുണ്ട്, വേഗത്തിൽ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കതിനെല്ലാം ഉള്ള സൗഭാഗ്യം നീ അടുപ്പിച്ചു കൊടുക്കണേ ഞങ്ങളെയും ഹറമുകളിലേക്ക് നീ എത്തിക്കണേ ലോക മുസൽമാന് നീ സമാധാനം കൊടുക്കണേ ഇസ്സത്ത് പ്രദാനിക്കണേ അള്ളാഹുവെ പടച്ചവൻ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിപാവനമായ ജമാദുൽ ഊല, ജമാദുൽ അവ്വൽ മാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കരുണാവാരിധിയായ റബ്ബെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ ഈ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ ഒരുപാട് പേര് വിഷമത്തിലാണ്, സങ്കടത്തിലാണ് കുടുംബപരമായി. അള്ളാഹുവെ പടച്ചവനെ, കുടുംബത്തിൽ ഞങ്ങൾക്ക് നീ സ്വസ്ഥത തരണേ സമാധാനം തരണേ ഇണക്കം തരണേ പിണക്കങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അള്ളാഹു പടച്ചവനെ, വീട് പണി നടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെയൊക്കെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ വീട് പണിയാൻ പൈസയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലായി പരീക്ഷകളിലൊക്കെ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും ഞങ്ങളുടെ മക്കളുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.